ദൈവത്തിന് മഹത്വം. ഇന്നലെ പകലും രാത്രിയുമായി രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. മത്തായി ശ്ലീഹായെക്കുറിച്ചാണ്. അത് എനിക്ക് നല്ല ബോധ്യവും സന്തോഷവും ഒരു ഉൾപ്രേരണയുമൊക്കെ നൽകി. അതൊന്ന് പങ്കുവയ്ക്കുന്നത് നല്ലതാണെന്ന് തോന്നി. മത്തായി ശ്ലീഹായെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല, ചുങ്കക്കാരനാണെന്നും ഈശോയുടെ പിന്നാലെ പോയെന്നും എല്ലാം നമുക്കറിയാം. പക്ഷേ എനിക്ക് ഇന്നലെ കിട്ടിയ ചിന്തകൾ എൻ്റെ മനസ്സിന് നല്ല ബലം നൽകി, ഒരു ആത്മീയ അഭിഷേകം നൽകി. അത് ഒന്ന് പങ്കുവയ്ക്കുന്നത് നല്ലതാണെന്ന് തോന്നി. വിശുദ്ധ മത്തായി, വിശുദ്ധ മത്തായി, ദൈവത്തിൻ്റെ ദാനമല്ലോ നീ, സ്വർഗത്തിൻ്റെ തേജസ്സല്ലോ നീ. രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം ഒരു ഉദാഹരണത്തിൽ ഞാൻ ആരംഭിക്കാം. നിങ്ങൾ നമ്മുടെ പള്ളിയിലെ ഒരു സംഘടനയുടെ പ്രതിനിധിയാണെന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രതിനിധി, അല്ലെങ്കിൽ സൊഡാലിറ്റിയുടെ പ്രതിനിധി, അല്ലെങ്കിൽ വിൻസെൻ്റ് പോളിൻ്റെ പ്രതിനിധി. നിങ്ങൾ ഒരു നല്ല മുതലാളിയുടെ വീട്ടിൽ, ഒരു സമ്പന്നൻ്റെ വീട്ടിൽ ചെന്ന് പാവങ്ങൾക്ക് വേണ്ടി ഇച്ചിരി അരിയൊക്കെ യാചിക്കുക, സാധുക്കൾക്ക് കൊടുക്കാൻ ഇച്ചിരി അരിയും സാധനങ്ങളൊക്കെ യാചിക്കുമ്പം നിങ്ങളുടെ മറ്റൊരു സ്നേഹിതൻ വന്നിട്ട് നിങ്ങളെ ചൂണ്ടിയിട്ട് ആ മുതലാളിയുടെ വീട്ടിൽ വെച്ച് തന്നെ പറയുക, നാണമില്ലേ സഹോദര നിങ്ങൾക്കിങ്ങനെ ഈ തെണ്ടി നടക്കാൻ, ഈ ചോദിച്ചും പിടിച്ചും യാചിച്ചും നാണമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണെന്നിരിക്കട്ടെ. നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടു പോകും. അപ്പോൾ ആ മുതലാളി, ആ വീടിൻ്റെ ഉടമസ്ഥൻ പറയുകയാണെന്നിരിക്കട്ടെ, സഹോദര നിങ്ങളങ്ങനെ കളിയാക്കണ്ട, അവർ എന്തേലും കഞ്ഞി കുടിച്ച് ജീവിച്ചു പോട്ടെ, അവർ കഞ്ഞി കുടിച്ച് ജീവിച്ചു പോട്ടെ, ഇങ്ങനൊരു കമൻറ്റ് പറഞ്ഞെന്നിരിക്കട്ടെ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ മുതലാളി ഫലത്തിൽ നിങ്ങളെ ഒന്ന് പൊതിയുന്നതായി തോന്നിയെങ്കിലും അതൊരു നാണക്കേട് തന്നെയാണ്. മറ്റൊരാൾ ശാഠ്യത്തോടു കൂടി കളിയാക്കി പറഞ്ഞു, മുതലാളി നിങ്ങളെ പൊതിഞ്ഞ് പിടിക്കുന്ന പോലെ സംസാരിച്ചെങ്കിലും അതും ഒരു കളിയാക്കലായി. നിങ്ങൾ മിണ്ടാതിരിക്കുക, കഞ്ഞി കുടിച്ച് പൊക്കോട്ടെ. ഈ വാക്ക് നമ്മുടെ ആത്മാവിനെ കെടുത്തിക്കളയും. ഞാനിത് പറഞ്ഞെന്താണെന്നറിയോ? മത്തായി ശ്ലീഹയുടെ വീട്ടിൽ, ലേവിയുടെ വീട്ടിൽ നല്ല വിരുന്നൊരുക്കിയിരിക്കുക. ഈശോയുണ്ട്, ശിഷ്യന്മാരുണ്ട്, കുറേയേറെ പേര് വിരുന്നിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിരുന്നിൻ്റെ സമക്ഷത്ത് ഇരിക്കുമ്പോഴാണ് ഈ പ്രീശരും ശത്രുക്കളും ഈശോയുടെ മുഖതാവിൽ പറയുന്നത്, നാണമില്ലേ മനുഷ്യ, നിങ്ങൾ ഗുരുവാണെന്നല്ലേ പറയുന്നത്, ഈ ദുഷ്ടൻ്റെയും ചുങ്കക്കാരൻ്റെയും പാപിയുടെയും മധ്യത്തിലിരുന്ന് ആഹാരം കഴിക്കുന്നത് നിങ്ങൾക്ക് ലജ്ജയില്ലേ? ശരിക്കും ലേവി സ്റ്റണ്ടായി പോലെ ചത്തുപോകും. ഈ സമയത്ത് ഈശോ പറയുന്ന ഒരു ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോയും ഇവിടെ വെച്ച് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരരെ, ഞാൻ ആരോഗ്യമുള്ളവന്മാരെ തേടിയല്ല വന്നത്, രോഗികളെ തേടിയാണ്. ഞാൻ നീതിമാന്മാരെ വിളിക്കാനല്ല വന്നത്, പാപികളെ വിളിക്കാനാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, ഇത് പറഞ്ഞത് ആ വിരുന്നിൻ്റെ നടുക്ക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഈ മുതലാളി പറഞ്ഞ പോലെ തന്നെയാണ്. ചുങ്കക്കാരുടെയും പാപികളുടെയും മധ്യത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് ദുഷ്ടന് പറഞ്ഞത് മനസ്സിലാക്കാം. ഈശോയും കൂടെ അങ്ങ് ആവർത്തിച്ചു, സാരമില്ലെന്നേ, ഞാൻ വന്നത് ഈ പാപികളെ വിളിക്കാനാ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? മത്തായിയും അതിനകത്ത് എണ്ണപ്പെട്ടു. ഈ വിരുന്നൊരുക്കി ഈശോയെ ഈ വലിയ സ്ഥാനത്ത് കൊണ്ടിരുത്തിയ മത്തായിക്കും പെട്ടെന്നൊരു ഷെയിംഫുള്ളാത്. ഞാനിത് പറഞ്ഞെന്തിനാണെന്നറിയോ? മത്തായി ഈ തരം താഴ്ത്തൽ ഏറ്റെടുത്ത മനുഷ്യനാണ്. എന്നാൽ കളി നിർത്തിയെന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ കൂട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയില്ല. ആ വിരുന്ന് ക്രിസ്തുവിന് കൊടുത്ത ലേവി ആ വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മിശിഹായുടെ വായിൽ നിന്ന് തന്നെ ഒരു വിധത്തിലൊരു ഇകഴ്ത്തൽ ഏറ്റുവാങ്ങുകയാണ്. ഈ വിരുന്നൊരുക്കിയ മത്തായി പാപിയാണ് എന്ന് സമക്ഷത്തിൽ സമ്മതിക്കേണ്ടി വരിക വല്ലാത്തൊരു തരം താഴ്ത്തലാണ്. പക്ഷേ ആ തരം താഴ്ത്തലിനെ നിന്നുകൊടുത്ത മത്തായി സുവിശേഷം എഴുതിയപ്പം പുതിയ നിയമത്തിലെ ഒന്നാമനായി മാറി. നമ്മുടെ ജീവിതത്തിൽ ചില തരം താഴ്ത്തലുകൾ വരും. നമുക്ക് ഭയങ്കര പാടായത്. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ തലകുനിയാൻ നമുക്ക് ഒരുപാട് അന്തസ്സുള്ളവരാണ്. പക്ഷെ ചിലപ്പം മിശിഹായുടെ നാമത്തിലെ ചില തരം താഴ്ത്തലുകൾക്ക് നിങ്ങളെ ഒന്നാമനാക്കാൻ കഴിയും. ഞാൻ വീണ്ടും പറയുന്നു, സുവിശേഷങ്ങളിലെ ഒന്നാമത്തെ സുവിശേഷം തരം താഴ്ത്തപ്പെട്ട, ഇകഴ്ത്തപ്പെട്ട, നാണം കെട്ടുപോയ മത്തായിയുടെയാണ്. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ മത്തായി, വിശുദ്ധ മത്തായി, ദൈവത്തിൻ്റെ ദാനമല്ലോ നീ, സ്വർഗത്തിൻ്റെ തേജസ്സല്ലോ നീ. മത്തായി ശ്ലീഹായെക്കുറിച്ച്
മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ ഒരു 3-4 വചനങ്ങളാണ് ആകെയുള്ളത്. പക്ഷേ ഈ അല്പസമയത്തെ സഹവാസം കൊണ്ട് മാത്യു കുഡ് ട്രിഗർ some kind of jewels from the mouth of God. മിശിഹായുടെ വായിൽ നിന്നും മൊഴിമുത്തുകൾ പുറത്തേക്ക് വരാൻ ഒരു ചെറിയ സാന്നിധ്യം കൊണ്ട് ഈ ലോകം മുഴുവൻ എപ്പോഴും പറയുന്ന ചില വചനങ്ങളുണ്ടല്ലോ. ഒന്നാമത്തത് മത്തായി 9:12, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യരെ കൊണ്ട് ആവശ്യം. എല്ലാവർക്കും അറിയാം അല്ലേ? മത്തായി 9:13, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുക. എല്ലാവർക്കും അറിയാവുന്ന വചനം. 9:13 ബാക്കിയായിട്ട് പറയുന്നു, ഞാൻ നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് വന്നത്. ലോകത്തിലെ സകല ക്രിസ്ത്യാനികൾ ഓർത്തിരിക്കുന്ന ഈ അമൂല്യ വചനങ്ങൾ, മിശിഹ പറഞ്ഞ വചനങ്ങളൊക്കെ അമൂല്യമാണ്, എങ്കിലും നമ്മളിങ്ങനെ ചങ്കിനെ പിടിച്ചുലയ്ക്കുന്ന ചില വചനങ്ങൾ ഈശോയുടെ വായിൽ നിന്ന് വരാൻ മത്തായി കാരണക്കാരനായി. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയാണ് ഈ മത്തായി ദൈവദാനമായെന്ന് പറയുന്നത്. ഇട്ടുമൂടാൻ കഴിവുണ്ടായതുകൊണ്ടല്ല, മത്തായിയുടെ സാന്നിധ്യം കൊണ്ട് മിശിഹായുടെ വായിൽ നിന്നും അപൂർവ വചനങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറ്റി. ഞാനൊരു സന്യാസ സമൂഹത്തെ ഒരിക്കൽ ചെന്നപ്പം അവിടെ ഒരു സന്യാസിനി പറഞ്ഞു, ഈ ബൊക്കയൊക്കെ ഉണ്ടാക്കി വെച്ചാലും ആരും ഒരു നല്ലത് പറയില്ല. ഞാൻ ആ സന്യാസിനോട് പറഞ്ഞു, നിൻ്റെ സാന്നിധ്യം കൊണ്ട് നീ ഈ സമൂഹത്തെ ഒന്ന് സ്വീറ്റൻ ചെയ്യേ, ഒന്ന് മധുരവൽക്കരിക്കേ. അങ്ങനെ ഒരു 6-7 മാസം ഈ സന്യാസിനിയുടെ സാന്നിധ്യം മധുരമായപ്പോൾ സന്യാസിനി പറയുക, പണ്ടൊക്കെ ഒരു ബൊക്ക വെച്ച് കഴിയുമ്പം സഹോദരി കൊള്ളാവോ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ പിന്നെ നല്ല ബൊക്ക നന്നായിരിക്കുന്നവർ, നീ പൂവച്ചത് മനോഹരമാണല്ലോ, അവരുടെ വായിൽ നിന്ന് മധുരം വരാൻ ഇടയായി. ഈ സന്യാസിനിയുടെ സാന്നിധ്യത്തിൻ്റെ മാധുര്യം കൊണ്ട് പിന്നെ ആ സമൂഹം മുഴുവൻ നല്ല മനോഹരമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹമായി. സത്യത്തിൽ ഇത് പഠിപ്പിക്കാൻ വേണ്ടി കൂടിയായി മധുരമായ മത്തായിയുടെ മനസ്സിൻ്റെ നിർമ്മല സാന്നിധ്യം ഈശോയുടെ വായിൽ നിന്നും ഏറ്റവും മധുരമുള്ള വചനങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ താമസിക്കുന്ന, നമ്മൾ കഴിയുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ സാന്നിധ്യം മധുരവാക്കുകൾ വർദ്ധിപ്പിക്കാറുണ്ടോ? എനിക്കൊരു വ്യക്തിപരമായൊരു സാക്ഷ്യം പറയാൻ പറ്റും. ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ ഒരു സന്തോഷമാണത്. അങ്ങോട്ട് സ്നേഹം കൊടുക്കാനായിട്ട് എൻ്റെ പരമാവധി ഞാൻ നോക്കിയിട്ടുണ്ട്. എപ്പോൾ അതിൽ വിജയിക്കുന്നു അപ്പോഴെല്ലാം എൻ്റെ കൂടെയുള്ള എല്ലാ സഹോദരങ്ങളിൽ നിന്നും ചിന്തിക്കാൻ പറ്റാത്ത ഉന്നതമായ അപ്രീസിയേഷൻ, മധുരവാക്കുകൾ, പരസ്പരം പ്രോത്സാഹനം, നന്മ, ഇതിങ്ങനെ തൈര് കടയുന്ന പോലെ കടഞ്ഞെടുക്കാൻ പറ്റും. ഞാൻ 2 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഒന്ന്, മിശിഹായുടെ നാമത്തിൽ കിട്ടുന്ന തരം താഴ്ത്തലുകൾ പോലും മത്തായിയെ ഒന്നാമനാക്കി. 2, മത്തായി മൂലം മനുഷ്യർക്കെന്നും ഓർക്കാനുള്ള മധുരവചനങ്ങൾ മിശിഹായുടെ വായിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. നിനക്ക് ഒരു മത്തായി ആകാനുള്ള സാധ്യതയുണ്ട്. ആമേൻ. വിശുദ്ധ മത്തായി, വിശുദ്ധ മത്തായി, ദൈവത്തിൻ്റെ ദാനമല്ലോ നീ, സ്വർഗത്തിൻ്റെ തേജസ്സല്ലോ നീ.